നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSEB സെഷൻ ഓഫീസുകളിൽ ആവശ്യത്തിന് ഫീൽഡ് ജീവനക്കാരെ നിയമിക്കുക, തടഞ്ഞുവച്ചിരിക്കുന്ന DA ലീവ് സറണ്ടർ അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ധർണാ സമരം INTUC മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോർപ്പറേഷൻ INTUC നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ 6ഓളം ആവശ്യങ്ങൾ നടപ്പാക്കുന്നത് വരെ INTUC എന്ന പ്രസ്ഥാനം ഞങ്ങൾ ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല. പിണറായി വിജയൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇതൊരു കെയർ ടേക്കർ സർക്കാരാണ്. അതിന്റെ മേലാളന്മാർ ഒന്ന് മനസ്സിലാക്കണം. 2-3 മാസം കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ മാറും. ആ മാറുമ്പോൾ ഈ മേലാളന്മാർക്കെതിരെ കർശന നടപടി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ള ഭരണ സംവിധാനം എടുക്കുന്നുള്ള കാര്യം നിങ്ങൾ ഇവിടുത്തെ ഓരോ മേലാളന്മാരെയും ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം CAT യൂണിയൻ ഈ ക്ഷാമബത്ത ഉൾപ്പെടെ നിരവധി കുടിശ്ശികകൾ ഇന്ന് അതുപോലെ തന്നെ ലീവ് ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പ്രൊമോഷൻ ഉൾപ്പെടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ ചെരുവിൽ നടക്കാൻ കഴിയാത്ത ഒരു സംഘടനയായി ഇന്ന് ഈ CAT മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകണം. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PHM ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് കറിയ മുഖ്യപ്രഭാഷണം നടത്തി. ജീവനക്കാരില്ല, ഫീൽഡ് ജീവനക്കാരില്ലെങ്കിൽ പണി ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ആരും പറയുന്നില്ല. ഓഫീസിലെ ജീവനക്കാരില്ല, ആ തൊഴിലത്ത് നിയമനമില്ല. ആ പോയി നിയമിക്കുന്നത് AEമാരാണ്. AEമാരെ ഇടയ്ക്കിടയ്ക്ക് 10-100-150 പേരെ നിയമിക്കുന്നുണ്ട്. AEമാർ മാത്രം ഓഫീസിൽ വിചാരിച്ചാൽ ഇവിടെ പണി നടക്കുമോ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. AEമാർ വിചാരിച്ചാൽ പോസ്റ്റൽ കയറാൻ പറ്റുമോ? AEമാർ വിചാരിച്ചാൽ ഇവിടെ കംപ്ലൈന്റുകൾ തീർക്കാൻ പറ്റുമോ? DCRC ഒരുക്കാൻ സാധിക്കുമോ? ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആകെപ്പോടെ ചെയ്യുന്നത് AEമാരുടെ നിയമനമാണ്. ഫീൽഡ് വർക്കിൽ ഓവർസിയർ ഇല്ല, ലൈൻമാനില്ല, വർക്കറില്ല. ആരോടും ചോദിക്കാനില്ല, ഉള്ള ആൾക്കാരെ വെച്ച് പണിയാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 24,000 ജീവനക്കാരായി ഇലക്ട്രിസിറ്റി ബോർഡിൽ. എനർജി കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് 30,000 ജീവനക്കാരെ നിയമിക്കാൻ പാടുള്ളൂ. 30,000 ജീവനക്കാരില്ല, 4,500 ജീവനക്കാരാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നത്. ഡിവിഷൻ സെക്രട്ടറി രാജീവ് PL, വർക്കിംഗ് പ്രസിഡന്റ് അഭിലാഷ് PV, നവാസ് AP, സിബി CB, രാധിക ദേവി, ജോർജ് കുരുവിള, അബു സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.